നമ്മുടെ മതപ്പാട് കാലത്ത് നമ്മുടെ പേരാമംഗലത്ത് വന്നു കഴിഞ്ഞാൽ രാമൻ്റെ ദിനചര്യകളുണ്ടോ. രാമൻ ഇങ്ങനെ നിൽക്കും, ആരും അടുത്തേക്ക് പ്രവേശനമൊന്നുമില്ല. പക്ഷേ ആള് ഡീസൻ്റാണ്. ആളാരേനെയും മറ്റുള്ള ആനകളെ പോലെ എന്തെങ്കിലും എടുത്ത് എറിയുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാപ്പാനെത്തി ആള് എടുത്തു വന്ന് കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ചു, തുമ്പി നിറച്ചും വെള്ളമാക്കി കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപ്പാൻ ചോറായിട്ടെത്തി. ചോറ് വലിയ ഉരുളയായിട്ട് ഒരു 5 ഉരുള കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ഉരുള വരെ കഴിക്കുമെന്ന്. അപ്പോൾ മൂപ്പരൊരു 7 ഉരുള വരെ കഴിക്കും. അതിനുശേഷം വീണ്ടും മൂപ്പര് പട്ടൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ദേവിദാസൻ, രാമൻ്റെ അനിയൻ എന്നാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂരുകാർ ആനപ്രേമികൾ ദാസപ്പൻ എന്നാ വിളിക്കുക. ദാസപ്പൻ്റെ മതപ്പാടും തുടങ്ങായിട്ടോ. ഈ മാസം പകുതിയോട് കൂടിയിട്ട് നീരൊലിക്കൽ തുടങ്ങുന്നതാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ജനുവരി അവസാനമാകുമ്പോഴേക്കും രാമൻ അങ്ങോട്ട് നമ്മുടെ ഉത്സവപ്പറമ്പേക്ക് ഇറങ്ങും. പിന്നാലെ ദാസപ്പനും. സംഭവം രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങിയ വേറെ ലെവലാവട്ടോ ബ്രോസ്.